ഈ UDF നിലമ്പൂരിൽ നിന്നുള്ള ഊർജം കിട്ടിയിരിക്കുന്നത് വളരെ വലുതാണ്. ഇതേ അവസരത്തിൽ പിണറായി വിജയൻ മൂന്നാം ഊഴത്തിന് ശ്രമിക്കുകയാണ്. നമുക്കറിയാം പിണറായി വിജയൻ്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അണിയറയിൽ നീക്കം തുടങ്ങിക്കാണും. ഇതിനെ UDF എങ്ങനെ പ്രതിരോധിക്കും? ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും പലയിടങ്ങളിലും വോട്ട് ഭിന്നിപ്പിക്കുന്നതിൽ സമർത്ഥനാണ് പിണറായി വിജയൻ. അതിനെ അതിജീവിക്കണ്ടേ? ഈ കഴിഞ്ഞ ടൈമിൽ ഒരു ചക്ക വീണ് മുയൽ ചത്തു എന്ന് കരുതിയിട്ട് അത്രയും കാലത്തെ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിനെ പരാജയപ്പെടുത്തി ഭരണം ആവർത്തിച്ചു. ഈ രണ്ട് കാര്യത്തിൽ പിണറായി വിജയൻ അയാളുടെ നേതൃത്വ ഘടകം തെളിയിച്ച നേതാവ് തന്നെയാണ്, ആർക്കും തർക്കമില്ല. പക്ഷെ അത് പറയുമ്പോഴും അതിന് മുമ്പത്തുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരാജയപ്പെട്ട ഒരു പിണറായി വിജയനുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇതേ ആവനാഴിയിലെ അസ്ത്രങ്ങളൊക്കെ തന്നെയാണല്ലോ അദ്ദേഹം പ്രയോഗിച്ചത്. ഇതേ കേരളത്തിൽ തന്നെയാണല്ലോ, ഇതേ വോട്ടർമാരാണല്ലോ. രണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇതേ പിണറായി വിജയനല്ലേ ജനങ്ങൾ തീർത്തും പരാജയപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 35ഓളം സീറ്റുകളിൽ കോൺഗ്രസ് ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ, ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, ഒരു മാനേജ്മെൻറ്റ് വൈദഗ്ധ്യത്തോടുകൂടി പെരുമാറിയിരുന്നുവെങ്കിൽ, എനിക്ക് തോന്നുന്നു ഒരു അലസത 5 വർഷം കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും കേരളത്തിൽ സംഭവിക്കുന്നത് ഒരു അധികാരത്തിൻ്റെ മാറ്റം നടക്കും. അധികാര തുടർച്ച 1979 തുടങ്ങി 80-ന് ശേഷം അധികാര തുടർച്ച ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അധികാര തുടർച്ച ഉണ്ടാവില്ല എന്നും അധികാര മാറ്റം ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് നിന്നു കൊടുത്താൽ മതിയെന്നും ഉള്ള ഒരു അലസത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉള്ളിലുണ്ടായിരുന്നോ എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട്. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ജയിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടുകൂടി അദ്ദേഹം ജോലി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആമയും മുയലും ഓട്ട മത്സരം പോലെ എന്തായാലും നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞിട്ട് മുയൽ കാണിച്ച അലസതയാണ് ആ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നാണെങ്കിൽ. 2, ഈ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഈ ഐക്യജനാധിപത്യ മുന്നണിയെ ഒരു ഹിന്ദു വിരുദ്ധ മുന്നണിയായിട്ട് അവതരിപ്പിക്കുകയും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം വന്നു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും ഭരണമാണ് എന്ന് ഒരു പ്രൊപ്പഗൻഡ, ഏത് മതരാഷ്ട്രീയത്തിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന മാനവികതയുടെ നല്ല തങ്കക്കട്ടി വക്താക്കൾ അവർ തന്നെ ഇത് മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ പ്രൊപ്പഗൻഡ, പ്ലസ് അവരാസൂത്രിതമായി കരുതി തയ്യാറാക്കി വെച്ച BJP വോട്ട് എന്നുള്ള അവരുടെ ഒരു മൂലധനം, ഇതെല്ലാം ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, ഞങ്ങളെ പരാജയപ്പെടുത്തി എന്നുള്ള കാര്യത്തിനകത്ത് തർക്കമില്ല. പക്ഷെ തുടർന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഊർജ്ജം തന്നെയാണ്. നിലമ്പൂരിൽ അവർ ഇതേ തന്ത്രങ്ങളെല്ലാം PDP അടക്കം കൂടെ കൂട്ടി ഇതേ തന്ത്രങ്ങളെല്ലാം പയറ്റിയ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അവരുടെ സ്ഥാനാർത്ഥിയാകട്ടെ സ്ഥിരമായിട്ട് മലപ്പുറത്ത് മലബാർ മേഖലയിൽ അവർ പരീക്ഷിക്കാറുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള പരീക്ഷണത്തിൽ നിന്ന് മാറിയിട്ട് കേരളത്തിൽ അവർക്ക് നിർത്താൻ കൊള്ളാവുന്ന ഏറ്റവും വലിയ കോൺഗ്രസ് വിരോധിയെ, സ്വരാജിനേക്കാളും വലിയ ഒരു കോൺഗ്രസ് വിരോധി പിന്നെ നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ EMSലൊക്കെ കാണാൻ കഴിയും. അത്രയ്ക്ക് കോൺഗ്രസ് വിരോധിയായിട്ടുള്ള സ്വരാജിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ അവരുടെ പാർട്ടി വോട്ടുകളും കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളും നന്നായി ക്രോഡീകരിക്കാൻ കഴിഞ്ഞ ഒരു പോരാട്ടത്തിലാണ് ഹരിയാണ ഷൗക്കത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. ആ വിജയം ആവർത്തിക്കാം. അപ്പോൾ ആ വിജയത്തിന് ഒരു പരിമിതിയും കൂടെ ഞങ്ങൾ കാണുന്നുണ്ട്. അത് ഞങ്ങളുടെ സംസ്ഥാന തലത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം ഒരുമിച്ച് നിന്ന് ഒരേ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പട നയിച്ചതാണ്. 140 നിയോജകമണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാം ഈ പട നയിക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ ഈ ഘടകങ്ങളെ ഒന്ന് BJPയുടെ ഒരു സഹകരണം, 2 സകലമാന ജാതി മത സംഘടനകളെയും നവോത്ഥാന സമിതി എന്ന പേരിൽ സാക്ഷാൽ മുഖ്യമന്ത്രി ഒരുമിച്ച് നിർത്തിയിരിക്കുകയാണ്. പേര് നവോത്ഥാന സമിതിയാണ്. കേരളത്തിൽ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള എല്ലാ ജാതി സംഘടനകളും സർക്കാർ സ്പോൺസേഡ് നവോത്ഥാന സമിതിയിൽ പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ ഒരുങ്ങി നിൽപ്പുണ്ട്. ഇതിനെല്ലാം പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് കോൺഗ്രസിനെ പഠിപ്പിച്ചതാണ് നിലമ്പൂർ. ആ പാഠത്തിൽ നിന്ന് ഒറ്റ കാര്യത്തിൽ കോൺഗ്രസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിച്ചു വരുമെന്നുള്ളതാണ് ലീഡർഷിപ്പിൻ്റെ, പാർലമെൻ്ററി പാർട്ടി ലീഡറുടെയും നമ്മുടെ KPCC നേതൃത്വത്തിൻ്റെയും മനസ്സിലുള്ളത്. മറ്റൊന്നിലേക്കും പോണ്ട, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഓരോ മലയാളിയും അനുഭവിക്കുന്നതാണ്. മലയാളിയിൽ ഒരു ഭേദവുമില്ലാതെ ഇന്ധനമടിക്കുമ്പോൾ28 രൂപയാണ് സംസ്ഥാന സർക്കാരിന് നികുതിയായി കൊടുക്കേണ്ടി വരുന്നത്.
18 രൂപയാണ് കേന്ദ്ര സർക്കാരിന്. 46 രൂപ 1 ലിറ്റർ ഇന്ധനത്തിൽ നികുതി കൊടുക്കുകയാണ്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തത് 9 രൂപ 65 75 പൈസയേ ഉള്ളൂ. ഇത് ഓർമ്മിപ്പിക്കണം. ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിലൂന്നിയാൽ ഈ പറയുന്ന എല്ലാ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെയും മറികടക്കാൻ കഴിയുമെന്നാണ് നിലമ്പൂര്, പാലക്കാട്, ഉമ്മൻചാണ്ടി സാറിൻ്റെ മണ്ഡലം, അതിനുമുമ്പ് പുതുപ്പള്ളി, തൃക്കാക്കര, ഇവിടെ എല്ലാം നമ്മൾ തെളിയിച്ചതാണ്. സിറ്റിംഗ് സീറ്റാണോ അല്ലേ എന്നുള്ളതല്ല, തെളിയിച്ചതാണ്. അസാമാന്യമായ ശ്രീ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷത്തിന് 10,000-ലേക്ക് ഏതാണ്ട് 30,000 വോട്ട് കുറച്ചു കൊണ്ടുവരാൻ കഴിയും. ഇതെല്ലാം BJP-യുടെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് BJP-യുടെ ശക്തമായ ഇടപെടലും അവർ വോട്ട് പിടിക്കുകയും ചെയ്തു. പക്ഷെ BJP-യിൽ നമ്മളെല്ലാവരും മലയാളി മനസ്സിലാക്കേണ്ടത്, BJP ഇപ്പോൾ ഒറ്റ ലക്ഷ്യത്തിൽ നീങ്ങുകയാണ്: രാജീവ് ചന്ദ്രശേഖരനെ നാട് കടത്തണം. ആ ഒരു ഒറ്റ അജണ്ടയിൽ BJP-യിലെ എല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പോർമുഖവും കൂടെ BJP-ക്ക് ഉണ്ട്. അപ്പം BJP-യുടെ RSSന്റെ നിലപാട് നിർണായകമാണെങ്കിലും അവരെ തോൽപ്പിക്കാൻ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ BJP-യിൽ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടില്ലാത്ത ഗസ്റ്റ് റോളിൽ വന്ന ആള് സൂപ്പർ ഹീറോ ആയിട്ട് മാറും. അതിന് BJP ലീഡർഷിപ്പ് അനുവദിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിലമ്പൂര് ഒരു വലിയ വഴിത്തിരിവാണ്. ബാക്കി ഞങ്ങൾ നിലനിർത്തിയ 3 മണ്ഡലങ്ങളും ഞങ്ങളുടെ തന്നെ മണ്ഡലങ്ങളാണ്. നിലമ്പൂർ CPM 2 ഘട്ടം കൊണ്ട് ജയിക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് അവരുടെ സോഷ്യൽ എഞ്ചിനീയറിങ്, അവരുടെ ഈ പറയുന്ന BJP ബന്ധം, അവർ ഉയർത്തിയ എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളെയും ഞങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. അത് അവരുടെ മണ്ഡലത്തിലാണ്. ആ നിലമ്പൂരിൻ്റെ വിജയം ബാക്കിയുള്ളിടത്തേക്കും വ്യാപിപ്പിക്കുക, ആ തന്ത്രങ്ങൾ വ്യാപിപ്പിക്കുക, BJP വോട്ട് വരുമെന്ന കരുതലോടുകൂടി അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു വലിയ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവന്ന ഈ മതേതര കേരളം നിലനിൽക്കണമെങ്കിൽ പിണറായി വിജയൻ്റെയും BJP-യുടെയും ബാന്ധവത്തെ നമ്മൾ തുറന്നു കാണിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കലങ്ങിയതുപോലെ ഇനിയും നമ്മുടെ ഉത്സവങ്ങൾ ഇവരുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി കലങ്ങും. അതുകൊണ്ട് ഈ വിഷയത്തിലെല്ലാം ഐക്യജനാധിപത്യ മുന്നണി ഒരുപാട് ഗൃഹപാഠം ചെയ്ത് നിലമ്പൂരിനെ ഒരു പാഠപുസ്തകമാക്കി തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങണം. പക്ഷേ ഈ ഒരു ഭരണവിരുദ്ധ വികാരം നമ്മൾ ഉണ്ടെന്ന് പറയുമ്പോഴും BJP ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ്. ആ സ്പേസിലേക്ക് അത് നിങ്ങൾക്ക് ബാധിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതലായിട്ട്. BJP ഉണ്ടാക്കുന്ന സ്പേസ് ഞങ്ങളെ മാത്രമല്ലല്ലോ. BJP തിരുവനന്തപുരത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത്, ഈ 1ാം സ്ഥാനത്തിന് വേണ്ടി ഞങ്ങളുമായിട്ട് ക്ലോസ് ആയിട്ട് റൺ ചെയ്യുന്നു. അവിടെ 3ാം സ്ഥാനത്ത് പോകുന്നത് 3 ടേമായിട്ട് രാജഗോപാൽ സാർ മത്സരിച്ചപ്പോൾ, കുമ്പൻ മത്സരിച്ചപ്പോൾ, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, 3 ടേമായിട്ട് CPM ആണ്, ഇടതുമുന്നണിയാണ് 3ാം സ്ഥാനത്ത് പോകുന്നത്. അപ്പം 3ാം സ്ഥാനത്ത് CPM പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ മൊത്തത്തിൽ ഞങ്ങൾക്ക് മാത്രമാണെന്നുള്ളത് CPM ഉയർത്തുന്ന ഒരു നരേഷനാണ്. ആ നരേഷനിൽ കുടുങ്ങണ്ട. പശ്ചിമ ബംഗാളിൽ അവർ അധികാരത്തിൽ വന്നപ്പോൾ പാടെ പൊളിഞ്ഞു പോയ രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് CPM ആണ്. ബംഗാളിൽ അവർ മമതയുമായിട്ടുള്ള ഫൈറ്റിൽ അവർ മുന്നേ കയറിയപ്പോൾ അവിടെ ഇല്ല CPM. പക്ഷേ 24 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഗുജറാത്തിൽ ഇപ്പോഴും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി ഞങ്ങളാണ്. ബംഗാളിലെ പോലെ ഞങ്ങൾ വാനിഷ്ടായിട്ടില്ല, ത്രിപുരയിലെ പോലെ വാനിഷ്ടായിട്ടില്ല. കേരളത്തിൽ BJP വളർന്നാൽ ഒരു പേടിയും വേണ്ട. കോൺഗ്രസ് ഇതുപോലെ ഇവിടെ ഉണ്ടാകും, കോൺഗ്രസ് ഉണ്ടാകും അതിൻ്റെ സ്പേസിൽ. പക്ഷേ പശ്ചിമ ബംഗാളിനെ പോലെ നിങ്ങൾക്ക് CPM-നെ കാണാൻ കഴിയില്ല. അത് കാലത്തിൻ്റെ ചുവരെഴുത്താണ്. ഈ ചുവരെഴുത്ത് വായിക്കാൻ കഴിയാത്തത് CPM-ന് മാത്രമാണ്. ത്രിപുരയിലും ബംഗാളിലും നിങ്ങൾ എവിടെ പോയി അത് മാത്രം പരിശോധിക്കുക. അവിടെ നിങ്ങളുടെ പ്രതിയോഗിയായിട്ട് വന്നത് BJP-യാണ്. നിങ്ങളെ മൊത്തത്തിൽ വിഴുങ്ങിയത് BJP-യാണ്. ആ വിഴുങ്ങൽ തന്നെ കോൺഗ്രസിനെയൊക്കെ അവർ അടർത്താവുന്നതിൻ്റെ മാക്സിമം അടർത്തി. ഞങ്ങളിന്ന് ഈ എത്ര വലിയ നേതാവ് പോയാലും അണികൾ പോകാത്തത് കൊണ്ടാണ് മധ്യപ്രദേശിൽ, ഗുജറാത്തിൽ, ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഞങ്ങളവിടെ ഉണ്ട്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ നിങ്ങൾ എടുക്കുന്നു, അവരെയൊക്കെ എടുക്കുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ ഉണ്ട്. എവിടെ? ബംഗാളിലെ, ത്രിപുരയിലെ CPM. അതുകൊണ്ട് CPM കോൺഗ്രസിനെ തകർക്കാൻ കൂട്ടുന്ന കൂട്ട് അവരെ ഇല്ലാതാക്കും. ശ്രദ്ധിക്കേണ്ടത് CPM-ആണ്. CPM-ന്റെ താത്വിക വിശാരദന്മാരാണ്. CPM-നെ ഉപദേശിക്കാൻ വേണ്ടി ഇപ്പം നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ള KR മീര, ബെന്യാമിൻ, വൈശാഖൻ,
അശോകൻ ചരുവിൽ എം മുകുന്ദൻ, സച്ചിദാനന്ദൻ, പിന്നെ പാട്ടുകാരനായ ഷഹബാസ് അമൻ, ഇവരൊക്കെ ചേർന്ന് പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾക്ക് നിങ്ങളുടെ കുടയുടെ കീഴിൽ നിൽക്കണമെങ്കിൽ ബംഗാൾ പോലെ ഇവിടെ ആക്കരുത്, ബംഗാൾ പോലെ ഇവിടെ ആകാതിരിക്കണമെങ്കിൽ ഈ ബാന്ധവത്തിലേക്ക് ഇവർ പോകരുത്. അത് കേരളത്തിലെ ജനാധിപത്യ സമൂഹം CPM-നെ ഉപദേശിച്ച് തിരുത്തേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, BJP 1 സീറ്റ് നേടിയാലോ 2 സീറ്റ് നേടിയാലോ അത് കോൺഗ്രസിനെ താൽക്കാലികമായിട്ട് പരാജയപ്പെടുത്താവുന്നല്ലാതെ കോൺഗ്രസ് വാനിഷ്ഡ് ആവില്ല. അതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തെലങ്കാനയാണ്. തെലങ്കാനയിൽ ഞങ്ങളില്ലാന്ന് പറഞ്ഞെടുത്തുനിന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇന്ന് തെലങ്കാന ഭരിക്കുകയാണ്. അതാണ് കോൺഗ്രസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.